അസുരവിത്ത് എന്ന നോവലിൻ്റെ 53-ാം ഭാഗമാണ് ഇന്ന് നിങ്ങൾ വായിച്ചു കേൾക്കാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കുമല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടക്കമില്ലാതെ ദിവസവും കേൾക്കണ്ടേ. എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. പ്രതീക്ഷിച്ചതുപോലെ തടസ്സങ്ങളൊന്നും ചുരത്തിൽ നിന്നും ഉണ്ടായില്ല. അതിനാൽ കൃത്യസമയത്ത് തന്നെ ക്ലാസ്സിലെത്താൻ റിൻസിക്ക് കഴിഞ്ഞു. ഇക്കൊല്ലം ഒരാളും വഴിയിൽ തടയുകയോ പേര് ചോദിക്കുകയോ ഒന്നും ചെയ്തില്ല. അവൾ എത്തുന്നതിന് മുൻപ് തന്നെ ബീന വന്ന് ക്ലാസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ക്ലാസ്സിലേക്ക് കയറിയപ്പോഴേ അവൾക്ക് സന്തോഷമായി. അവധിക്കാല വിശേഷങ്ങൾ പങ്കുവയ്ക്കാമല്ലോ. ആദ്യ വർഷത്തിലുണ്ടായ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ആരംഭത്തിലാണെങ്കിലും പിന്നീടാണെങ്കിലും ഇല്ലാതിരുന്നതുകൊണ്ട് ദിവസങ്ങൾ വളരെ വേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. വീട്ടിൽ നിന്നും അനുവാദം കിട്ടിയതനുസരിച്ച് എല്ലാ ആഴ്ചയുമുള്ള മാനന്തവാടിക്ക് പോക്ക് വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. അത് പഠിക്കാനുള്ള സമയം അത്രയും കൂടി അപഹരിക്കും എന്നവൾ വീട്ടിൽ പറഞ്ഞു. മിക്കവാറും ആഴ്ചകളിലും ശനിയാഴ്ച ക്ലാസ് ഉണ്ടാവും, അല്ലെങ്കിൽ വളരെ കൂടുതൽ പഠിക്കാനുണ്ടാവും. മാത്രവുമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബസ് യാത്ര വലിയ ക്ഷീണവുമാണ്, സമയനഷ്ടവുമാണ്. ആ കാര്യം പറഞ്ഞു ബോധ്യപ്പെടുത്തിയപ്പോൾ ചെറിയാച്ചനും അക്കാമ്മയും മകളുടെ നിർദ്ദേശത്തോട് യോജിച്ചു. അല്പം സംശയമൊക്കെ ചെറിയാച്ചനുണ്ടായിരുന്നു. അവധിക്കാലത്ത് അത്രയും ദിവസം മാനന്തവാടിയിൽ പോയി നിന്നെങ്കിലും ഒരു ദിവസം പോലും സ്വസ്ഥമായി സോജനെ ഒന്ന് കാണാനോ സംസാരിക്കാനോ അവൾക്ക് കഴിഞ്ഞില്ല. കണ്ടില്ലെന്ന് പറയാൻ കഴിയില്ല. കടയിൽ നിന്നും 3-4 തവണ കണ്ടു. അപ്പോഴൊക്കെ നിലം തൊടാതെ തിരക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നയാളിനെയാണ് കണ്ടത്. അങ്ങനെ കണ്ടതുകൊണ്ട് എന്ത് കാര്യം? ശരിക്കും സംസാരിക്കാനെങ്കിലും കഴിഞ്ഞാലല്ലേ മനസ്സിനൊരു സ്വസ്ഥത കിട്ടുകയുള്ളൂ. അതിനുള്ള സൗകര്യം കിട്ടിയില്ല. ഇനി എപ്പോഴെങ്കിലും കോഴിക്കോട് വരികയാണെങ്കിൽ പോലും ആഴ്ചയ്ക്കുള്ള മാനന്തവാടി പോക്കില്ലാത്തതുകൊണ്ട് കാണാൻ സാധിക്കുമോ ആവോ. 2 ആഴ്ച കൂടുമ്പോൾ മാത്രമേ നാട്ടിലേക്ക് വരികയുള്ളൂ എന്ന് ഒരിക്കൽ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു. ഇനി അത് കണക്കാക്കി ഏതെങ്കിലും ദിവസം കോഴിക്കോട് വന്നാൽ ചിലപ്പോൾ കുറച്ച് സമയം 2 പേർക്കും സംസാരിക്കാൻ കഴിഞ്ഞേക്കും. 2-ാം വർഷം ഡിഗ്രി കോഴ്സ് അറിയപ്പെടുന്നത് താരതമ്യേന സമാധാനപൂർണമായ ഒരു വർഷമായിട്ടാണ്. ആദ്യ വർഷം ഡിഗ്രിക്കാരെ സംബന്ധിച്ചിടത്തോളം കോളേജിലെ സാഹചര്യങ്ങളുമായി ഒത്തുപോകാനുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ചിലരെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിന്നും വിട്ടുനിൽക്കുന്നതിനുള്ള പ്രശ്നങ്ങളും കാണും. 3-ാം വർഷം ഡിഗ്രിക്കാരെ സംബന്ധിച്ചിടത്തോളം ആ വർഷം ഫൈനൽ ഇയർ ആയതുകൊണ്ട് ധാരാളം പഠിക്കാനുണ്ടാകും. ആ വർഷത്തോടെ കോളേജിൽ നിന്ന് പിരിഞ്ഞു പോകണം എന്നുള്ള വിഷമവും ഉണ്ടാകും. പ്രണയ ജോഡികളെ സംബന്ധിച്ചിടത്തോളം അകലുന്നതിനുള്ള വിഷമമുണ്ടാകും. അതെല്ലാമായിട്ട് വിഷമങ്ങളുള്ള ഒരു വർഷമാണ് 3-ാം വർഷവും. എന്നാൽ 2-ാം വർഷക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും സമാധാനമാണ്. ആദ്യ വർഷത്തിൻ്റെ മാറ്റത്തിൻ്റെ പ്രശ്നങ്ങളില്ല. ധാരാളം പഠിക്കാനോ ഈ വർഷം പിരിഞ്ഞു പോകുമല്ലോ എന്നുള്ള വിഷമമോ വേണ്ട. എന്തുകൊണ്ടും സമാധാനപൂർണമായി കടന്നു പോകാവുന്ന ഒരു വർഷം. അതുകൊണ്ട് തന്നെ 2-ാം വർഷം തീർന്നു പോകുന്ന വിവരം കുട്ടികൾ അറിയാറില്ല. വളരെ പെട്ടെന്ന് ദിവസങ്ങൾ കടന്നു പോകും. റിൻസിയുടെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിച്ചത്. കണ്ണടച്ചു തുറന്ന വേഗതയിൽ ഓണപ്പരീക്ഷയുടെ കാലഘട്ടം എത്തി. കാര്യമായ ഓണപ്പരീക്ഷ ഇല്ലെങ്കിലും ഓണക്കാലഘട്ടമുണ്ടല്ലോ. ഓണത്തിൻ്റെ അവധിക്ക് വീട്ടിൽ പോകാൻ 2 പേരും കെട്ടും കടയുമൊക്കെ എടുത്ത് ബസ് സ്റ്റാൻഡിലേക്ക് എത്തി. നല്ലൊരു സിനിമയുടെ പോസ്റ്ററും നോക്കിക്കൊണ്ട് അവിടെ നിന്നപ്പോൾ ബീന പറഞ്ഞു, കഴിഞ്ഞ വർഷത്തെ ആ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നെങ്കിൽ ആ സിനിമയും കണ്ടിട്ട് പോകാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. സിനിമയ്ക്ക് പോയില്ലെങ്കിലും ആ സോജൻ ചേട്ടൻ വന്നിരുന്നെങ്കിലോ എന്തേലും കാര്യമുണ്ടായേനെ. മര്യാദയ്ക്ക് രാവിലത്തെ ശാപ്പാടെങ്കിലും ഹോട്ടലിൽ നിന്ന് കഴിക്കാമായിരുന്നു. എങ്ങനെയെങ്കിലും വിവരമറിയിച്ച് ചേട്ടനെ ഇവിടേക്ക് വരുത്തുകയല്ലായിരുന്നോ വേണ്ടത്? നിന്നെക്കൊണ്ട് കൊള്ളാഞ്ഞിട്ടാ. ശരിയാ, എന്നെക്കൊണ്ട് കൊള്ളാഞ്ഞിട്ടാ. അടിയിരിക്കുന്നിടത്ത് ആരെങ്കിലും ചെകിട് വെച്ച് കൊടുക്കുമോടി പൊട്ടി. എൻ്റെ വീട്ടിലെ സ്ഥിതി അറിയത്തില്ലാത്തതുകൊണ്ട് മാത്രമാ നീ ഈ പറയുന്നത്.
കാര്യമായി എന്തെങ്കിലും സംശയം തോന്നിയാൽ പഠനവും നിൽക്കും, കോഴിക്കോടിനുള്ള വരവും നിൽക്കും. ചിലപ്പോൾ സോജൻ ചേട്ടൻ്റെ പണിയും തെറിക്കും. എന്തിനാ ആ പാവങ്ങളെ പട്ടിണിക്കിടുന്നത്? അതുകൊണ്ട് എനിക്ക് കഴിവ് കുറവ് മതിയെന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചതാ. അതിപ്പോൾ നീ പറഞ്ഞതുകൊണ്ട് മാറില്ല. നീ ചൂടാകണ്ടടി, ഞാൻ വെറുതെ പറഞ്ഞുവെന്നേ ഉള്ളൂ. ആഗ്രഹിക്കുന്നതിന് ആർക്കും ഒരു മുടക്കുമില്ലല്ലോ മോളെ. സുഖമായൊരു സിനിമയും കണ്ട് വയറ് നിറച്ച് ശാപ്പാട് മേടിച്ചു പോകാൻ ആർക്കാ ആഗ്രഹമുണ്ടാകാത്തത്? അവൾ ഏതായാലും ആഗ്രഹം വിടാൻ തയ്യാറല്ലായിരുന്നു. കുറച്ചുകൂടിയൊക്കെ നടന്നു നോക്കി, അവിടെയെങ്ങാനും സോജൻ ചേട്ടൻ ഉണ്ടോ എന്നറിയാൻ. വലിയ ബസ് സ്റ്റാൻഡല്ലേ, കാണാതെ എവിടെയെങ്കിലും നിൽപ്പുണ്ടെങ്കിലോ? അവധി തുടങ്ങുന്ന വിവരം അറിഞ്ഞെങ്ങാനും വന്നെങ്കിലോ? ഇത്ര രാവിലെ തന്നെ വീട്ടിലേക്ക് പോയിട്ട് എന്തു ചെയ്യാനാ? ഹോസ്റ്റലിൽ നിന്ന് എല്ലാവരും ഇറങ്ങിയതുകൊണ്ട് ഇറങ്ങേണ്ടി വന്നതാ. അല്ലെങ്കിൽ അവിടെ നിന്ന് പോരില്ലായിരുന്നു. അധികം സുന്ദരന്മാരൊന്നും ഇവിടേക്കിപ്പോൾ വരുന്നും ഇല്ല. ഇല്ലെങ്കിൽ കുറച്ചുപേരെ കണ്ട് എങ്ങനെയെങ്കിലും സമയം കളയാമായിരുന്നു. റിൻസി, ഭാഗ്യം വരുന്ന വഴി നോക്കടി. നമ്മൾ പറഞ്ഞു തീർന്നില്ല സോജൻ ചേട്ടൻ്റെ കാര്യം. അതാണ്ട് വേഗത്തിൽ നടന്നു വരുന്നു. എന്തോ അത്യാവശ്യത്തിന് പോയിട്ട് വരും പോലെയാ തോന്നുന്നത്. റിൻസിയും നോക്കി. സംഭവം ശരി തന്നെയാണ്, ആള് മാറിയിട്ടൊന്നുമില്ല. പക്ഷേ എന്തോ അത്യാവശ്യത്തിന് വരുന്ന പോലെയാണ് കണ്ടിട്ട് തോന്നുന്നത്. എന്താണ് ഇടപാടെന്ന് തിരിയുന്നില്ല. ഏതായാലും ഇങ്ങോട്ടാണല്ലോ വരുന്നത്, വരുമ്പോൾ കാണാമല്ലോ. നടന്നു വന്നതിൻ്റെ തളർച്ച മാറ്റാൻ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലുള്ള കടയിൽ നിന്നും നാരങ്ങ വെള്ളം കുടിക്കാനുള്ള ശ്രമമാണ് എന്ന് തോന്നിയ പാടെ ബീന ഒരു മടിയുമില്ലാതെ അങ്ങോട്ട് ചെന്നു. അല്ല സോജൻ ചേട്ടാ, ഞങ്ങളിവിടെയുണ്ട്. ഞങ്ങൾക്കിന്ന് അവധി തുടങ്ങിയതാണ്. ഇത്ര നേരത്തെ വീട്ടിൽ പോകാൻ മടിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ കുറ്റിയടിച്ചതാ. ലൈം ജ്യൂസ് ഞങ്ങൾക്കും കൂടി വാങ്ങിത്തരാം. അതൊക്കെ ഞങ്ങൾക്കും കുടിക്കാൻ കൊള്ളാവുന്നതാണ്. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു വലിയ ഭാവവുമില്ല. അതെനിക്ക് നേരത്തെ അറിയാവുന്നതാണല്ലോ. ഏതായാലും ഇന്ന് കൂടുതൽ സമയമൊന്നും എനിക്ക് ഒഴിവില്ല. വളരെ പെട്ടെന്ന് കടയിലെത്തണം. അല്പസമയം ചോദിച്ച് ഞാൻ വന്നതാണ്. ബീനയ്ക്കും റിൻസിക്കും ഒരുപോലെ നിരാശയുണ്ടായി. സിനിമയ്ക്കൊന്നും പോകാൻ കഴിയില്ലെങ്കിൽ പോലും കുറേയേറെ സമയം ഇവിടെ എവിടെയെങ്കിലും ചുറ്റിയടിച്ച് സംസാരിക്കാനെങ്കിലും കഴിയുമെന്നാണ് വിചാരിച്ചത്. തിരക്കാണെങ്കിൽ രക്ഷയില്ലല്ലോ. വെറുതെ നിർബന്ധിച്ചിട്ട് കാര്യമില്ല. നിർബന്ധിക്കേണ്ട ആവശ്യമില്ലാത്ത ആളുകളെ നമ്മൾ നിർബന്ധിക്കാൻ പാടില്ല. അന്ന് ബസ് വരുന്ന അത്രയും സമയം അവിടെ നിന്ന് സംസാരിച്ചപ്പോഴാണ് സോജന് മനസ്സിലായത് ഇവർ എല്ലാ ആഴ്ചയും വരുന്നില്ല എന്നും ശനിയും ഞായറും ഇവിടെ ഹോസ്റ്റലിൽ തന്നെ ഉണ്ട് എന്നും. ശനിയാഴ്ച ഹോസ്റ്റലിൽ നിന്നും അടുത്ത ബന്ധുവീടുകളിലും എവിടെയെങ്കിലും പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. വൈകുന്നേരമാകുമ്പോഴേക്കും അവിടെ എത്തിയാൽ മതി. ഞായറാഴ്ചയാണ് കൂടുതൽ എളുപ്പം. രാവിലെ പള്ളിയിൽ പോകാനായി ഇറങ്ങിയാൽ ഉച്ചയൂണിന് ഹോസ്റ്റലിൽ ചെല്ലണമെന്ന് ഒരു നിർബന്ധവുമില്ല. വൈകിട്ട് സ്ഥലത്തെത്തി ഹാജർ വെച്ചാൽ മതി. പല ചെറിയ കോഴ്സുകൾക്കും പഠിക്കാൻ പോകുന്ന കുട്ടികളും ഉണ്ട്. ചില ബന്ധുവീടുകളിൽ പോകുന്ന കുട്ടികളും ഉണ്ട്. അതുകൊണ്ട് ആ ദിവസങ്ങളിലെ കാര്യങ്ങളിൽ ആരും അത്ര നിർബന്ധം പിടിക്കാറില്ല. അത് അവർക്കും ലാഭമുള്ള കാര്യവുമാണ്. അന്നത്തെ പകൽ ഭക്ഷണം ആർക്കും വേണ്ടി വരില്ല. 6 മണിക്ക് ശേഷമാകുമ്പോഴാണ് പ്രശ്നം. അത്രയും സമയം കൊണ്ട് കോഴിക്കോട് വന്ന് കുറേ സമയം സംസാരിക്കാൻ പറ്റിയ ഒരു ദിവസം അവർ തീരുമാനിച്ചു. അത്രയുമെങ്കിലും ഗുണമുണ്ടായല്ലോ, കുറച്ച് സമയം സംസാരിക്കാൻ കഴിഞ്ഞല്ലോ എന്നതായിരുന്നു റിൻസിയുടെ സന്തോഷം. അപ്പോഴേക്കും ബീനയ്ക്ക് പോകാനുള്ള ബസ് വന്നു. അവൾ അതിൽ പോവുകയും ചെയ്തു. മാനന്തവാടിക്കുള്ള വാഹനം 1/2 മണിക്കൂർ കൂടി കഴിയുമെന്നാണ് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അധികം അകലേക്കൊന്നും പോകാൻ സമയമില്ലാത്തതുകൊണ്ട് അവരവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫാമിലി റൂമിൽ ഇരുന്നു. എന്തിനാ നമ്മൾ ഫാമിലി റൂമിൽ കയറിയിരുന്നത്? നമ്മൾ ഫാമിലി അല്ലല്ലോ. രാവിലെ വരുന്ന ആർക്കെങ്കിലും ഈ സൗകര്യം ഉപയോഗിക്കാവുന്നതല്ലേ? നമ്മൾ അങ്ങനെ വിശാല മനസ്സ് വിചാരിച്ചാൽ മുതലാളിയുടെ ചാരന്മാർ ആരെങ്കിലും നമ്മളെ കണ്ടെത്തി ഇന്ന് തന്നെ വിവരം അവിടെ അറിയിക്കും. അത് വേണോ? എങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ പുറത്തിറങ്ങിയിരിക്കാം. അതല്ല, പ്രശ്നമൊന്നും വേണ്ട എന്നാണെങ്കിൽ ഇവിടെ ഇരുന്ന് ലഘുഭക്ഷണം കഴിച്ചു പോവുകയും ചെയ്യാം.
ഞാൻ അത്രയൊന്നും വിചാരിച്ചില്ല. അതിനു മാത്രമുള്ള ബോധമൊന്നും എനിക്കില്ല എന്നാണ് തോന്നുന്നത്. ഇല്ലെങ്കിൽ എനിക്കും അങ്ങനെ ആ ബുദ്ധിമുട്ട് തോന്നേണ്ടതല്ലേ? അല്ലെങ്കിൽ ഒരു കണക്കിന് എനിക്കാണല്ലോ കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത്. എന്നാലും എനിക്കത് തോന്നില്ല. അതാണ് എൻ്റെ പ്രത്യേകത. മറ്റു പല കാര്യങ്ങളും സംസാരിച്ച് അവർ അരമണിക്കൂറോളം കഴിച്ചെടുത്തു. അവധിക്കാലത്തെ സംഭവ വികാസങ്ങളും വിവാഹാലോചനയുമെല്ലാം ഇത്രയും സമയത്തിനുള്ളിൽ അവൾ അവനോട് പറഞ്ഞു. റിൻസിയുടെ ശക്തമായ പ്രതികരണം കേട്ടപ്പോൾ സോജൻ അത്ഭുതപ്പെടുകയാണ് ചെയ്തത്. ഇത്ര ധൈര്യശാലിയാണ് എങ്കിൽ ഒന്നും ഭയപ്പെടാനില്ല. തൻ്റെ ഒപ്പം തന്നെ ജീവിക്കാൻ പൂർണ്ണമായും യോഗ്യയാണ് ഇവൾ. പക്ഷേ താനുമായുള്ള സ്നേഹബന്ധത്തിൻ്റെ വിവരം അറിഞ്ഞാൽ മിക്കവാറും തന്നെ അന്ന് തന്നെ ജ്വല്ലറിയിൽ നിന്ന് മുതലാളി പുറത്താക്കും. മനസ്സോടെ റിൻസിയെ തനിക്ക് വിവാഹം കഴിച്ച് തരില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഏതു സമയവും പ്രതീക്ഷിക്കണം. ഇത്രയും കാലം ഉണ്ടായതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുകളൊന്നും ഇനി വരാനില്ല. മാതാപിതാക്കൾ രണ്ടുപേർക്കും സുഖമില്ലാതെയായിട്ട് തന്നെ എത്രയോ കാലമായി. ചെറുപ്പകാലഘട്ടം മുതൽ ഒരു കുടുംബത്തിൻ്റെ സകല ഉത്തരവാദിത്വങ്ങളും വഹിക്കുന്നവനാണല്ലോ താൻ. അതുകൊണ്ട് ഏത് സാഹചര്യത്തെയും അഭിമുഖീകരിക്കാൻ യാതൊരു വിഷമവുമില്ല. വരുന്നത് അപ്പോഴപ്പോൾ അന്നേരത്തെ യുക്തം പോലെ നേരിടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനിയും അങ്ങനെ തന്നെ. നഷ്ടമോ നേട്ടമോ ഒന്നും കരുതുന്നില്ല. ബസ് വന്നത് ചേട്ടൻ കണ്ടില്ലേ? എന്തോ ആലോചിച്ച് നിൽപ്പാണെന്ന് തോന്നി. അതുകൊണ്ടാണ് വിളിച്ചത്. സാധാരണ ദിവസങ്ങളിലാണെങ്കിൽ എന്നെയാണല്ലോ വിളിക്കുക. ഞാൻ എന്തോ അല്പമൊന്ന് ആലോചിച്ചു നിന്നു. അതുകൊണ്ട് ബസ് വന്ന് നിന്നത് ഞാൻ കണ്ടില്ല. പിന്നെ റിൻസി ഉണ്ടായിരുന്നല്ലോ കൂടെ. ആ ഒരു ധൈര്യത്തിലും കൂടിയാണ് നിന്നത്. എന്നാൽ നമുക്ക് പോവുകയല്ലേ? രണ്ടുപേരും പോയി ബസ്സിൽ കയറി. കൂടുതൽ സമയമൊന്നും സ്റ്റാൻഡിൽ നിൽക്കാതെ തന്നെ ബസ് പുറപ്പെടുകയും ചെയ്തു. കോളേജിലെ വിശേഷങ്ങളും വിവരങ്ങളുമെല്ലാം ഒന്നു തന്നെ ഒഴിവാക്കാതെ വീട്ടിൽ അക്കാമ്മയോട് മാത്രമോ ചിലപ്പോൾ എല്ലാവരും ഉള്ളപ്പോഴുമോ റിൻസി പറയാറുണ്ടായിരുന്നു. ആദ്യത്തെ വർഷത്തിലെ അത്രയും തന്നെ സംസാരം ഈ വർഷം ഇല്ല എന്ന് ഒരിക്കൽ അമ്മ പരിഭവം പറഞ്ഞു. അതിനുശേഷമാണ് എല്ലാ കാര്യങ്ങളും തന്നെ തുറന്നു പറയാൻ തുടങ്ങിയത്. ആദ്യത്തെ വർഷം പിന്നെ ധാരാളം കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ കോളേജിൽ വന്നതിൻ്റേതായ ടെൻഷനും ഉണ്ടായിരുന്നു. ഇക്കൊല്ലം അതിൽ നിന്നെല്ലാം മുക്തമാണല്ലോ. അതുകൊണ്ടാണ് കൂടുതലും പറയാനില്ലാത്തത്. പിന്നെ പലപ്പോഴും പറയുന്നത് ബീനയുടെ വീട്ടിലെ വിശേഷവും അവൾ പറയുന്ന ചരിത്രങ്ങളും ഒരുമിച്ച് നടന്നപ്പോൾ പറഞ്ഞ കഥകളും എല്ലാം പറയും. ഇതൊക്കെ പറയുമ്പോഴും സോജനെ കണ്ടതോ ഒരുമിച്ച് സംസാരിച്ചതോ ആയ ഒരു കാര്യവും പറഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അവളിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ചെറിയാച്ചൻ അക്കാമ്മയോട് പ്രത്യേകം പറഞ്ഞ് ചട്ടം കെട്ടിയതിന് പ്രകാരം പലപ്പോഴും അമ്മ ചോദിച്ചിട്ടുമുണ്ട്. അന്ന് ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞു തീർന്നു കഴിഞ്ഞപ്പോൾ ചെറിയാച്ചൻ ചോദിച്ചു, കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിങ്ങൾ രണ്ടുപേരെ കൂടാതെ മൂന്നാമതൊരാൾ കൂടി ഉണ്ടായിരുന്നല്ലോ നിങ്ങളുടെ കൂടെ. അതാരാണ്? അങ്ങനെ ഒരാളുടെ കാര്യം പറഞ്ഞിട്ടേയില്ലല്ലോ. അതും കൂടി പറ. എവിടെ നിന്നുള്ള കുട്ടിയാണ്? പുല്ലൂരാമ്പാറയിൽ നിന്നുള്ള ഞങ്ങളുടെ ഒരു ക്ലാസ്മേറ്റ് തന്നെയാണ്. അന്ന് അവൻ ഞങ്ങളുടെ കൂടെയാണ് വന്നത്. ഞങ്ങൾ രണ്ടുപേരും പോരുന്നതിന് മുൻപ് തന്നെ അവൻ പോവുകയും ചെയ്തു. എടുത്തടിച്ചതുപോലൊരു നുണ പറയാൻ തനിക്ക് എങ്ങനെ കഴിഞ്ഞു എന്ന് റിൻസി അതിശയിച്ചു പോയി. എന്നാലും പറഞ്ഞത് ഫലിച്ച മട്ടാണ് ചാച്ചൻ്റെ മുഖത്ത് നോക്കിയിട്ട്. ഫലിച്ചില്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലെ പോകുമ്പോൾ വിവരമറിയാം. അന്നേരമേ പറയുകയുള്ളൂ. അതാണ് ചാച്ചൻ്റെ സ്വഭാവം. വിശ്വസിച്ചാൽ മതിയായിരുന്നു അല്ലേ? കഥ വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും വേണ്ടപ്പെട്ടവർക്കുമൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനും ഓർക്കണേ. കഥയുടെ ഓരോരോ ഭാഗങ്ങൾ അവരും കൂടി കേട്ടോട്ടേന്ന്. കഥയുടെ അടുത്ത ഭാഗം
നാളെ തന്നെ പോസ്റ്റ് ചെയ്യും. സാധാരണ പോലെ ഉച്ചതിരിഞ്ഞ് 2:30 തന്നെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓക്കേ.